ഹായ് ഹലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ടിപ്പ് വേറൊന്നുമല്ല, എൻ്റെ ഹെയറിനെ കുറിച്ചാണ്. എന്നെ ചെറുപ്പം മുതലേ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എനിക്ക് നീളത്തിൽ ഹെയർ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. ഒരു LKG പഠിക്കുന്ന സമയത്ത് തന്നെ ഷോൾഡർ ലെവൽ മുടി വളർത്തിയിരുന്നു. അതിനുശേഷമാണെങ്കിലും വളരെ നീളത്തിൽ മുടി വളർത്തുന്ന ഒരു രീതിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് മാരേജിൻ്റെ സമയത്ത് മുടിയാണെങ്കിൽ എനിക്ക് അടിയിൽ മാത്രമേ തിരുപ്പം വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, തുമ്പ് മാത്രം. ബാക്കി എൻ്റെ ഒറിജിനൽ മുടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര നീളത്തിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുടിയാണെങ്കിൽ ഒരു 2021 ആയ സമയത്തേക്ക് മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. അതിന് മുന്നേ തന്നെ കൊഴിയൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് തീവ്രമായിട്ട് മുടി കൊഴിയാൻ തുടങ്ങിയത് 2021 അങ്ങനെ 21 ഡിസംബറൊക്കെ ആയ സമയത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ മുടിയുടെ ഉള്ളു കുറയുകയും മുടി പിന്നിടാനും കൊള്ളില്ല, അഴിച്ചിട്ടാലും ഭംഗിയില്ല, അങ്ങനെയുള്ള രീതിയിലോട്ട് മാറി. അങ്ങനെയാണ് 2021 ഡിസംബറിൽ ഞാൻ ആദ്യമായിട്ട് മുടിയുടെ ഇറക്കം കുറയ്ക്കുന്നത്. അന്ന് മുതൽ മുടി ഈ ഒരു എൽബോ ഇതുണ്ടല്ലോ, എൽബോയുടെ ഒരു ലെങ്ത് വരെ കൂടുതൽ ഞാൻ വളർത്തിയിട്ടില്ല. അതിൽ താഴെ തൊട്ട് പിന്നീട് വളർത്തിയിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ പിന്നീട് ഞാൻ മുടിയെ ടേക്ക് കെയർ ചെയ്യും. എൻ്റെ ഒരു പിന്നത്തെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് ഒരുപാട് ഇറക്കം ഇല്ലെങ്കിലും സാരമില്ല, ഉള്ള മുടി വളരെ ഉള്ളോടുകൂടി നല്ല ഭംഗിയായിട്ട് കിടക്കണം എന്നുള്ളതായിരുന്നു. അന്ന് മുതൽ ഞാൻ ലെയർ കട്ടാണ് ചെയ്തിരുന്നത് മുടി. പക്ഷേ തുടക്ക സമയത്തൊക്കെ മുടി ലെയർ കട്ട് ചെയ്തിട്ടെങ്കിലും ഞാൻ അധികം ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം ഒരു 2023 ഞാൻ അബുദാബിക്ക് പോയതിന് ശേഷമാണ് മുടിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത്. പൊതുവേ എല്ലാവർക്കും നമ്മൾ പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ക്ലോറിൻ വെള്ളത്തിൽ മുടിയൊക്കെ കഴുകുമ്പോഴും ഒക്കെ ഒരുപാട് മുടി പോകുന്ന ഒരു പതിവാണ് കണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് ഭാഗ്യവശാലാണോ ഇനി അത് ഞാൻ ടേക്ക് കെയർ ചെയ്ത രീതി കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കിവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്തെക്കാട്ടിലും എനിക്ക് അബുദാബി ചെന്നതിന് ശേഷമാണ് എനിക്ക് മുടി കുറച്ചും കൂടി തിക്നെസ്സിൽ വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതുവരെ ചെയ്തിട്ടില്ലാത്ത അതിന് ശേഷം ചെയ്ത ഒരു ശീലം അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വേറൊന്നുമല്ല, ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന സാധനം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ചണവിത്ത്. അത് എല്ലാവരും മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതല്ല ചെയ്യാറുള്ളത്. ഞാൻ അത് ഓവർനൈറ്റ് ഓട്സിൻ്റെ കൂടെയും അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെയും ഒക്കെ ആഡ് ചെയ്ത് ഞാനത് കഴിക്കുകയാണ് ചെയ്തിരുന്നത്. എപ്പോഴും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യത്തെക്കാട്ടിലും നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന കാര്യമായിരിക്കും കൂടുതലും നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഡെയിലി ബേസിസിൽ അത് ചെയ്യാൻ പറ്റാറില്ല, എന്നാലും എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞാനത് കഴിക്കാറുണ്ട്. പക്ഷേ അത് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ഗ്രോത്ത് വളരെ നന്നായിട്ട് കൂടുകയാണ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫ്രണ്ടിൽ ബേബി ഹെയർസൊക്കെ എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ ബേബി ഹെയർസൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. അത് തന്നെയല്ല, മുടിയുടെ ടെക്സ്ചർ തന്നെ മൊത്തത്തിൽ മാറി. എനിക്ക് പൊതുവെ ഇച്ചിരി സിൽക്കി ആയിട്ടുള്ളൊരു ഹെയറാണ് എൻ്റെ. അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഫ്ലാക്സ് സീഡ് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് മുടിയുടെ ടെക്സ്ചർ തന്നെ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നതായിട്ട് തോന്നി. നമ്മൾ ലെയറൊക്കെ മുടി കട്ട് ചെയ്തിട്ടിരുന്നാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും, മുടി നല്ല വേവി ആയിട്ട് ഭംഗിയായിട്ട് കിടക്കും. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നോട് കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും എന്നോട് നേരിട്ട് കാണുമ്പോഴും ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹെയറിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ അടൂർ എവർമോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിൽ പോയ സമയത്ത് അവരും ഇതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഹെയർ കട്ട് ചെയ്ത ആൾ നൈസ് ഹെയർ ആണെന്നും പറഞ്ഞൊരു കോംപ്ലിമെൻറ്റ് പറയുകയും അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് ഹെയറിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ഇറക്കത്തിൽ മുടി വളർത്താറില്ല. പിന്നെ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി 3 months മുടിയുടെ അറ്റം ഞാൻ ട്രിം ചെയ്യാറുണ്ട്. എല്ലാ 3 മാസവും കൂടുമ്പോഴും ഞാൻ ട്രിം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മുടി ഇപ്പോൾ ഒരുപാട് ഇറക്കത്തിൽ വളർത്താറില്ല. ആ ഒരു ഇറക്കം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ലെങ്തിലാണ് ആക്കിയിട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ ലെങ്തിലോട്ട് വളർത്താറില്ല. പക്ഷേ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ അമ്മയാണേലും ഒക്കെ പറയാറുണ്ട്, മുമ്പ് എൻ്റെ മുടി ഒരുപാട് പോയിരുന്നു, പക്ഷേ ഇപ്പം ഒരുപാട് കിളിച്ചിറങ്ങുന്നുണ്ട്. ഇപ്പം ഞാനൊരു 30+ ഏജ് ആയി, എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു.